ഇസ്ലാം ലോകത്തിന്റെ മുമ്പിൽ ഏകദൈവാരാധന അവതരിപ്പിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ച ദിവസം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നാമത്തെ ഖലീഫ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. രണ്ടാമത്തെ ഖലീഫ ഉമറിനെ നിങ്ങൾക്കൊക്കെ പ്രസിദ്ധവുമാണ്. ഈ അബൂബക്കർ സിദ്ദീഖ് പ്രസംഗിക്കുകയാണ് മുഹമ്മദ് നബി മരിച്ച അന്ന്. അദ്ദേഹം പറഞ്ഞു, ആരെങ്കിലും മുഹമ്മദ് നബിയാണ് ആരാധിക്കുന്നതെങ്കിൽ കത് മാത്ത, അദ്ദേഹം മരിച്ചു, മരിച്ചവരെ ആരാധിച്ചുകൂടാ, മരിച്ചുപോയവരെ ആരാധിച്ചുകൂടാ. അംബാത്തുൻ ഗൈറു അഹിയാഇൻ, അവർ ജീവിച്ചിരിക്കുന്നവരെല്ലാം മരിച്ചവരാണ്. മരിച്ചതെന്തുകൊണ്ടാണ്? അവരുടെ കഴിവുകേട് കൊണ്ടാണ്. മരണത്തെ അതിജയിക്കാൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ട് മരണത്തിന് കീഴൊതുങ്ങുന്ന മനുഷ്യരെ സർവശക്തൻ എന്ന നിലയിൽ ആരാധിക്കരുത്. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും പ്രപഞ്ചത്തിന്റെ നാഥനായ സാക്ഷാൽ അല്ലാഹുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ അവൻ ഒരിക്കലും മരിക്കില്ല. ഒരിക്കലും മരിക്കാത്ത ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. നമ്മളെക്കാൾ പ്രായം കുറഞ്ഞ, നമ്മളെക്കാൾ ശേഷി കുറഞ്ഞ, നമ്മളെക്കാൾ കഴിവ് കുറഞ്ഞ മനുഷ്യരെയല്ല നമ്മൾ ആരാധിക്കേണ്ടത്. ഒരു ചോദ്യം ഞാൻ ആ വിഷയത്തിൽ ചോദിച്ച ആ വിഷയം അവസാനിപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, ഏതെങ്കിലും ഒരു പശു, ഏതെങ്കിലും ഒരു പാമ്പ്, ഏതെങ്കിലും ഒരു മരം, ഏതെങ്കിലും ഒരു ജന്തു മനുഷ്യനെന്ന മഹാബുദ്ധിജീവിയെ ആരാധിച്ചിട്ടുണ്ടോ? ഇന്ന് വരെയില്ല. മനുഷ്യനെന്ന മഹാബുദ്ധിജീവി കല്ലും മുള്ളും മുരടും മൂർഖൻ പാമ്പും കാഞ്ഞിരക്കുറ്റിയും ആൽത്തറകളും മക്ബറകളും ജാറങ്ങളും പുണ്യപുഷ്പങ്ങളും മണ്ഡപങ്ങളും പ്രവാചകന്മാരും അമ്പിയാക്കളും ബീവിമാരും ദേവിമാരും എല്ലാറ്റിനെയും മലക്കുകളെയും ജിന്നുകളെയും സൃഷ്ടികളെ അവർ ആരാധിക്കണം. സൃഷ്ടിയാരാധന അപകടമാണ്. സൃഷ്ടിയാരാധന അപകടമാണ്. സൃഷ്ടാവിനെയാണ് ആരാധിക്കേണ്ടത്. അവൻ്റെതാണ് ഇതെല്ലാം. നമ്മൾ എന്തു വർണ്ണിച്ചാലും ആ സൃഷ്ടാവിനെ ആരാധിക്കണമെന്നാണ് ലോക മതം, പ്രപഞ്ചത്തിന്റെ നാഥന്റെ മതം, സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ മതം. അതാണ് ഞാൻ ഉൾക്കൊണ്ട മതം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ ഖുർആൻ പറഞ്ഞു, ലാ ഇക്റാഹ ഫിദ്ദീൻ, ഒരു മതത്തിലും ബലാത്കാരമില്ല. ശരിക്കും മനുഷ്യ സൗഹാർദ്ദം, നേരത്തെ ഫാദർ പറഞ്ഞു, മതസൗഹാർദ്ദമല്ല, മനുഷ്യ സൗഹാർദ്ദമാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ വളരെയേറെ കൊതിക്കുന്ന ഒരു വാചകമാണ്. കാരണം മതസൗഹാർദ്ദമല്ല, അത് നമ്മൾ തെറ്റിദ്ധരിച്ച മതസൗഹാർദ്ദം എന്നുള്ള പദം മാറ്റി ഇനി മുതൽ മണിമലയിലെ മഹാസമ്മേളനത്തിൽ നിങ്ങൾ മാനവിക സൗഹാർദ്ദം എന്ന് കൊടുക്കണം. എന്താ കാരണം എന്നറിയാം? ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ പറയാം. വളരെ ലളിതമായ ഒരു ഉദാഹരണം. ഇവിടെ നിലവിളക്ക് എന്റെ വിശ്വാസത്തിന് പാടില്ല. മന്ത്രി കുഞ്ഞാലിക്കുട്ടി നിലവിളക്ക് കൊടുത്താത്തത് വിവാദമായി. യേശുദാസ് പറഞ്ഞു, വെളിച്ചത്തിനെതിരാണ് കുഞ്ഞാലിക്കുട്ടി. മുസ്ലിം പണ്ഡിതന്മാർ വിശദീകരിച്ചു കൊടുത്തു, വെളിച്ചത്തിനെതിരല്ല. ഈ ട്യൂബ് ലൈറ്റുകളെല്ലാം കത്തുന്നതിനിടയിൽ, ഈ വലിയ ബൾബ് പ്രകാശിക്കുന്നതിനിടയിൽ പ്രകാശത്തിന് വേണ്ടിയല്ല നിലവിളക്ക് കൊടുക്കുന്നത്, അഗ്നി ആരാധനയുടെ ഭാഗമാണ്. മുസ്ലിമായ എനിക്ക് അഗ്നി ആരാധന പാടില്ല. പക്ഷെ എനിക്ക് ഇവരുടെ കൂടെ എല്ലാം ഇരിക്കാം. ഇവർ വിളമ്പുന്ന ചോറ് കഴിക്കാം, ഇവരുടെ വീട്ടിൽ ക്ഷണിക്കപ്പെട്ടാൽ കല്യാണത്തിന് പോകാം. പക്ഷെ എന്റെ ആരാധനയെ കളഞ്ഞു കുളിച്ചുകൊണ്ട് എന്റെ വിശ്വാസത്തെ മാറ്റിവെച്ച് എനിക്കിഷ്ടമില്ലാത്ത മറ്റൊരു വിശ്വാസത്തിൽ എന്നെ നിർബന്ധിക്കൽ, അതാണ് തീവ്രവാദം, അതാണ് ഭീകരവാദം. അത് പാടില്ല. ഞാനൊരു അമുസ്ലിമിനെ, എന്റെ സുഹൃത്തിനെ കൊണ്ടുവന്ന് പള്ളിയിൽ അവനെ സുജൂദ് ചെയ്യിപ്പിച്ച് നിർബന്ധിക്കൽ, അതല്ല മതസൗഹാർദ്ദം. അത് മതസൗഹാർദ്ദമല്ല, മതവിരുദ്ധമാണ്. ഞാൻ ഒന്നുകൂടി ചോദിച്ചുകൊണ്ട് അവസാനിപ്പിച്ചു കൊള്ളട്ടെ. മദ്യപാനിയുമായുള്ള നമ്മുടെ സൗഹൃദം എന്താ? മദ്യപാനിയുമായുള്ള നമ്മുടെ സൗഹൃദം അവൻ 1 ലിറ്റർ കുടിക്കുന്നിടത്ത് 1/2 ലിറ്റർ കുടിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കലാണോ? വ്യഭിചാരിയുമായുള്ള നമ്മുടെ സൗഹൃദം അവന്റെ കൂടെ വ്യഭിചരിച്ച് 1 ട്രിപ്പ് ഐക്യം പ്രഖ്യാപിക്കലാണോ? അല്ല. മനുഷ്യ സൗഹാർദ്ദമാണെങ്കിൽ മദ്യപാനിയുടെ മദ്യപാനം നിർത്തിക്കാൻ ഞാൻ ശ്രമിക്കുകയും അവനെ ഉപദേശിക്കുകയും അവന്റെ കൂടെ നിൽക്കുകയും അവൻ ആളുകൾ ആട്ടി ഓടിക്കുമ്പോൾ പോലും അവനെ സംരക്ഷിക്കുകയും അവനവന്റെ വീട്ടിൽ കൊണ്ടാക്കുകയും ചെയ്യും. ഞാൻ കോട്ടയത്ത് നിന്നൊരു യാത്ര പോകുമ്പോൾ നല്ല വസ്ത്രം ധരിച്ച ഒരാള് മറിഞ്ഞു വീണ് കിടക്കുന്നത് കണ്ടു. ഞാൻ എന്റെ സുഹൃത്തുക്കളോട് വണ്ടി നിർത്തണം. അയാൾ നോക്കുമ്പോൾ അയാൾ നല്ലൊരു ഓഫീസ് ഉദ്യോഗസ്ഥനാണ്. അന്ന് എന്തോ ഒരു ഫംഗ്ഷനിൽ പങ്കെടുത്ത് കുറച്ച് കൂടുതൽ കുടിച്ചു, അങ്ങനെ വീണ് കിടക്കുകയാണ്. അയാളിൽ നിന്ന് ഫോൺ നമ്പർ കളക്ട് ചെയ്ത് ഞങ്ങൾ അവരുടെ വീട്ടിലെത്തിയത്. ഞങ്ങൾ താടി വെച്ച 2-3 മുസ്ലിമീങ്ങൾ അയാളെ കൊണ്ടുപോയി അയാളുടെ വീട്ടിലാക്കി. എനിക്ക് എന്താ അതിന്റെ ആവശ്യം? അയാളൊരു ക്രിസ്ത്യാനിയായിരുന്നു. മറുഭാഗത്ത് ഞാൻ ഒരു സ്ഥലത്ത് ചെന്നപ്പോ കാണുന്നത്, പൊന്നാനി ചെന്നപ്പോ അവിടെ മുസ്ലിങ്ങളാണ് ഏറ്റവും കൂടുതൽ കുടിക്കുന്നത്. തിരൂര് ചെന്നപ്പോ അവിടെ മുസ്ലിങ്ങളാണ് ഏറ്റവും കൂടുതൽ കുടിക്കുന്നത്. ചാലക്കുടി എന്നുള്ള പേരിന് അന്വർത്ഥമാക്കി ചാലിട്ട് കുടിക്കുകയാണ്. ചാലക്കുടിയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുടിയന്മാർ ചാലക്കുടിയിലാണ്. എനിക്ക് തോന്നുന്നു അവിടുത്തെ ഓവുചാലിൽ വരെ ഒഴുക്കിയിട്ട് നക്കി കുടിക്കുന്നു. ആ കോലത്തിലേക്ക് കേരളം മാറി. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്ന എത്ര പെൺകുട്ടികളാ കണ്ണീര് കുടിക്കണേ. ഭർത്താവ് കയറി വരുമ്പോ ഭാര്യ ഓടി അയൽവാസിയുടെ വീട്ടിൽ പോവുകയാണ്. അമ്മ കട്ടിൽ നോട്ടിൽ ഒളിക്കുകയാണ്. മക്കൾ ഓടി അകലത്തിൽ പോവുകയാണ്. ഈ അച്ഛനെയും ഈ മകനെയും ഈ ബാപ്പാനെയും ഈ ഡാഡിയെയും ഭയപ്പെട്ടിട്ട് ഇതിൽ നിന്ന് മാറ്റമുണ്ടാവാൻ ഒറ്റ വഴിയുണ്ട്.
ഞാനതാ പറഞ്ഞത്, മദ്യപാനിയുമായുള്ള സൗഹാർദ്ദം മദ്യപിച്ചുകൊണ്ടല്ല, ബിംബാരാധനയുമായുള്ള എന്റെ ആരാധനയിൽ പങ്കാളിയായി ഫാദർ ഒരു പ്രവൃത്തി ചെയ്യുക എന്നതല്ല സൗഹാർദ്ദം. എന്റെ മതവിശ്വാസത്തിന് എന്നെ അനുവദിച്ചുകൊണ്ട്, എന്നെ ആദരിച്ചുകൊണ്ട്, എന്നെ ബഹുമാനിച്ചുകൊണ്ട്, അദ്ദേഹത്തിന്റെ വിശ്വാസവും ചിന്തയും അനുസരിച്ച് അദ്ദേഹത്തിന് കർമ്മം ചെയ്യാൻ അവസരമുള്ള പോലെ എനിക്ക് അവസരമുണ്ടെന്ന് കരുതി എന്നെ ആദരിക്കലാണ്. ഞാൻ തിരിച്ചു സ്വാമിജിയുടെ ആരാധനയെ പരിഹസിക്കാതെ, അപഹസിക്കാതെ അതിൽ ന്യൂനത എനിക്ക് ചൂണ്ടിക്കാണിക്കാം. എന്റെ ആരാധനയിൽ ന്യൂനത സ്വാമിജിക്കും ചൂണ്ടിക്കാണിക്കാം. ഒരു പ്രശ്നമില്ല. നമ്മുടെ മനസ്സ് വിശാലമാണ്, നമ്മുടെ മനസ്സ് വളർന്നു വരട്ടെ. ഇപ്പൊ നോക്ക്, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറയെ ആഹരിക്കുന്നവൻ മുസ്ലിം അല്ല എന്ന് പ്രവാചകൻ പറഞ്ഞു. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ ഞാൻ വയറടിച്ച് ബിരിയാണി തിന്നാൽ ഞാൻ മുസ്ലിം അല്ല. എന്നെ കുറിച്ച് എന്റെ അയൽവാസി നിർഭയനായിരിക്കണം, അപ്പോഴാണ് ഞാൻ വിശ്വാസിയാവുക. എന്റെ അയൽവാസി എന്റെ താടി ഭീകരവാദത്തിനാണെന്ന് മനസ്സിലാക്കരുത്. ഇവിടെയാണ് ഒരു ചെറിയ തിരിച്ച ആവശ്യമായിട്ടുള്ളത്. രവീന്ദ്രനാഥ ടാഗോറിന് മനോഹരമായ താടി ഉണ്ടായിരുന്നു, ചട്ടഭിസ്വാമികൾക്ക് താടി ഉണ്ടായിരുന്നു, സ്വാമിജിക്ക് ഇവിടെ താടിയുണ്ടായി, എനിക്കുമുണ്ട് അദ്ദേഹത്തെ പോലെ തന്നെ താടി. അദ്ദേഹത്തിന്റെ താടി ഭീകരവാദത്തിൻ്റെതല്ല. കാർൽ മാർക്സിനുണ്ട് താടി. താടിയല്ല പ്രശ്നം. ഒരു പോയിന്റ് ചോദിച്ചു കൊള്ളട്ടെ, താടിക്ക് വികാരമുണ്ടോ, വിചാരമുണ്ടോ, കോപമുണ്ടോ, വർഗീയത ഉണ്ടോ? എങ്കിൽ അത് ഇവിടെ ഉണ്ടാവണ്ടേ? രവിശങ്കറിനായിരിക്കില്ലെങ്കിൽ ഏറ്റവും വലിയ ഭീകരത താടിയും മുടിയും ഒരേപോലെ ഉണ്ട്. എനിക്കൊരു ഹിന്ദുവിനെ കാണുമ്പോ എന്റെ മനസ്സിലാണ് കോപമുണ്ടാകുന്നതെങ്കിൽ എന്റെ മനസ്സാണ് പ്രശ്നം, എന്റെ താടിയല്ല. മാത്രമല്ല, ഈ താടിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഈ താടി വെച്ച് ഞാൻ ട്രെയിനിൽ കയറിയാൽ വേഗം എനിക്ക് സീറ്റ് ഒഴിഞ്ഞു തരും. അച്ഛൻ ഈ വസ്ത്രം ധരിച്ച്, സ്വാമിജി ഈ വസ്ത്രം ധരിച്ച് കയറി ചെന്നാൽ സ്വാമിജി ഇവിടെ ഇരുന്നോളൂ എന്ന് പറയും. അല്ലാതെ പാന്റ് കുപ്പായിട്ട് ഇൻസൈഡ് ചെയ്ത് ടോപ്പിൽ ഒരു മൊബൈൽ പിടിച്ചെടുത്തുമ്പോ എവിടെ നിന്നടാ, ഞാൻ ഇവിടെ ഇരിക്കട്ടെ. ബഹുമാനമുണ്ട്. ഇനി ഞാൻ ഈ താടിയും വെച്ച് ഒരു വേശ്യാലയത്തിന് മുമ്പിൽ നിൽക്കുകയാണെങ്കിലോ, എടാ ഏതാടോ ഒരു മതപണ്ഡിതൻ വ്യഭിചരിക്കാൻ നിൽക്കുന്നത്? എന്റെ താടി എന്നെ വ്യഭിചാരത്തിൽ നിന്ന് വിലക്കി. സിനിമാ തിയേറ്ററിന് മുമ്പിൽ എനിക്ക് താടിയുമായി നിൽക്കാൻ പറ്റില്ല. ഇനി മാത്രമല്ല, ഞാനൊരു തെറ്റ് ചെയ്താൽ നിങ്ങളൊക്കെ പറയുന്നത് അറിയാം, മതത്തിന്റെ ഭാഗമായി വലിയ താടിയും വെച്ച് നിങ്ങൾ ഈ ചെയ്തത് ശരിയായില്ല. അപ്പൊ താടി മനുഷ്യന്റെ ജീവിതത്തിൽ ധർമ്മം ചെയ്യാൻ പറയാം. മാത്രവുമല്ല, യേശുക്രിസ്തുവിന്റെ ഏത് പിക്ചറിലാ താടിയില്ലാത്തത്? ലേവ്യ പുസ്തകത്തിലെ ഞാനൊരു വാചകം വായിച്ചു, താടിയുടെ അറ്റം പോലും കട്ട് ചെയ്യരുത്. ദാവൂദ് നബിയുടെ നാട്ടിൽ നിന്ന് രണ്ടാളൊരു രാജാവിന്റെ, ഒരു പ്രാദേശിക രാജാവിന്റെ അടുത്ത് എത്തിയപ്പോ അവരെ സംശയിച്ചിട്ട് അവരെ താടി പഠിച്ചു കളഞ്ഞു. ഒരു ഭാഗം അതിന് ദാവൂദ് നബി പറയണ എന്നതറിയോ? ആ താടി സമൃദ്ധമായി വളരുന്നവരെ ഈ പട്ടണത്തിൽ പ്രവേശിക്കരുത്. അപ്പൊ താടി ഭീകരവാദത്തിനല്ല, അത് മീഡിയകൾ പ്രചരിപ്പിച്ചതാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ മീഡിയകളാണ് നമ്മളെ കേടുവരുത്തി, നമ്മുടെ പത്രങ്ങളാണ് നമ്മളെ കേടുവരുത്തി. ഫാദറിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാനൊരു വാചകം പറയും. ഇന്ത്യ ഇന്നും സൗഹൃദത്തിന്റെയും ഏറ്റവും വലിയ മത കൊണ്ടും കൊടുക്കലുകളുടെയും നാട് തന്നെയാണ് ഇന്ത്യ. ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒരുപാടുണ്ടായെങ്കിലും അത് മതം പഠിക്കാത്തവരാണ്, മതം മനസ്സിലാക്കാത്തവരാണ്. നമ്മളൊക്കെ ഐക്യത്തിലല്ലേ, നമ്മളൊക്കെ സ്നേഹത്തിലല്ലേ? എന്തിന് നമ്മൾ കഴുത്തിറക്കണം എന്നാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. അവസാനിപ്പിച്ചുകൊള്ളട്ടെ, ദീർഘമായി ഞാൻ സംസാരിച്ചു എന്ന് തോന്നുന്നു. ഒരു പോയിന്റ് അവസാനിപ്പിച്ചുകൊണ്ട് പറയട്ടെ. മഹാഭാരത യുദ്ധം നടക്കുമ്പോ അർജുനനോട് ശ്രീകൃഷ്ണൻ യുദ്ധത്തിൽ നിന്ന് മാറി നിന്നപ്പോ പറഞ്ഞൊരു വാചകമുണ്ട്, ഹതോവ പ്രാപ്സസി സ്വർഗം ജിതോവ ബോക്ഷസി മഹീം തസ്മാ ദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിക്ഷയ. അർജുന, ധർമാധർമ്മ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാൽ സ്വർഗത്ത് പോകും. സ്വർഗമുണ്ടെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. നന്മ ചെയ്ത് ജീവിക്കാൻ, നല്ലത് ചെയ്ത് ജീവിക്കാൻ, പാവപ്പെട്ടവരെ സംരക്ഷിക്കാൻ, ജാതി മതം നോക്കാതെ മനുഷ്യരെ സ്നേഹിക്കാൻ, ഏത് വിശ്വാസത്തിന്റെ ന്യൂനതയെയും സ്നേഹത്തോടെ തിരുത്തി കൊടുക്കാൻ. ഒരു ചോദ്യമാണ്, സൈഡ് സ്റ്റാൻഡ് തട്ടാതെ ഒരു ടൂ വീലർ ഓടിച്ചു പോയാൽ ജാതിയും മതവും നമ്മൾ നോക്കാറില്ല. സൈഡ് സ്റ്റാൻഡ് തട്ടിയിട്ടില്ല എന്ന് പറയും. ഒരു കാറിന്റെ ഡോർ അടയ്ക്കാതെ പോയാൽ കാറിന്റെ ഡോർ അടച്ചിട്ടില്ലെന്ന് പറയും നമ്മൾ. അതാണ് സ്നേഹം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഏകദൈവത്തെ മാത്രം ആരാധിച്ച്, അവൻ പഠിപ്പിച്ച മതം പഠിപ്പിച്ച്, മൂല്യവത്തായ ജീവിതം നയിച്ച്, അച്ഛനമ്മമാരെ ആദരിച്ച്, അവരെ വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയാക്കാതെ അവരെ സംരക്ഷിച്ച്, നമുക്ക് ജന്മം നൽകിയ കഷ്ടപ്പെട്ട മാതാപിതാക്കളെ സ്നേഹിച്ച്, മതാധ്യക്ഷന്മാരെ ബഹുമാനിച്ച്, ആദരിച്ച്, മതാധ്യക്ഷന്മാർ പാവപ്പെട്ടവരെ വഞ്ചിക്കാതെ ഏറ്റവും ശ്രേയസ്കരമായ ജീവിതം നയിച്ചാൽ അതാണ് ഏറ്റവും ഉന്നതം എന്ന് നിങ്ങളോട് പറഞ്ഞുകൊണ്ട്, പ്രവാചക തിരുമേനിയെയും ഖുർആനിനെയും ഒക്കെ നിങ്ങൾ പഠിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്, ലോകത്തിലെ ഏത് വേദത്തെയും വളരെ സന്മനസ്സോടെ പഠിക്കാൻ തയ്യാറായാൽ നമ്മൾ ആരും ഒരേ വ്യത്യസ്ത അച്ഛനമ്മമാരുടെയും ദൈവത്തിന്റെയും അടിമകളോ മക്കളോ അല്ല എന്ന് നമുക്ക് മനസ്സിലാകും. ഒരൊറ്റ ദൈവത്തിന്റെ അടിമകളാണ്. അവനാണ് ഈ ലോകത്തെ സംരക്ഷിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. അവനെ മാത്രം ആരാധിക്കാൻ നമുക്ക് മനസ്സുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
എന്റെ വാക്കുകൾ കേട്ട് നിങ്ങൾക്കെല്ലാം സാഗൂതം അഗൈധവമായി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഇനിയും പഠിക്കണേ എന്ന് ആത്മാർത്ഥമായി അപേക്ഷിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന 2 മതപണ്ഡിതന്മാരോടും എന്റെ പരാമർശത്തിൽ നിങ്ങളുടെ മതവുമായി ബന്ധപ്പെട്ട് എന്റെ ചർച്ചയിൽ അപാകതയുണ്ടെങ്കിൽ എന്നെ സ്നേഹത്തോടെ തിരുത്തി തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കാര്യങ്ങളെ പക്വതയോടുകൂടി നേരിടണം എന്നെല്ലാവരോടും പറഞ്ഞുകൊണ്ട് നല്ല സ്നേഹത്തിന്റെ ഉടമകളായി നമ്മൾ മാറണം, സംശയത്തിന്റെ കണ്ണുകൾ നമ്മൾ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ. ഇതിനവസരം തന്ന ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.